പരിശോധന നടത്തിയ ആളാണ്. ഇപ്പോൾ തോട്ടത്തിൽ ബി രവീന്ദ്രൻ അർജുൻ്റെ വീട്ടിലെത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഒരുപക്ഷേ പ്രൊസീജിയറിനെ പറ്റി എന്തെങ്കിലും അദ്ദേഹം പറയുന്നുണ്ടാണ്. ടെസ്റ്റ് നടത്തണോ എന്നുള്ളതായിരുന്നു ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ കുടുംബം പറയുന്നത് ടെസ്റ്റ് നടത്തണമെന്നാണ്. നല്ലതാണ് ശരിക്കും. അത് ഒരു ആധികാരികത കൈവരിക്കണമെങ്കിൽ നമുക്കത് വേണമല്ലോ ശരിക്കും. നാളെ ഇനി അത് സംബന്ധിച്ചൊരു വിവാദം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇപ്പോൾ 10-72 ദിവസമായിട്ടുള്ള ഇത്രയൊന്നുമില്ല, ഇനി കാത്തിരിക്കേണ്ടതുള്ളൂ. അപ്പോൾ അതിലിപ്പം മുഖ്യമന്ത്രി വിളിച്ചിട്ട് ശശീന്ദ്ര മിനിസ്റ്ററോട് പറയുന്നുണ്ട്, എന്താ വെച്ചാൽ ഗവൺമെൻറ് എല്ലാ ഇതും വഹിക്കും, ഓടി കൊണ്ടുവരാനും ബാക്കി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ ഗവൺമെൻറ് വഹിക്കുമെന്ന് മുഖ്യമന്ത്രി ശശീന്ദ്ര മിനിസ്റ്റർ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ശശീന്ദ്ര മിനിസ്റ്റർ എന്നെ വിളിച്ചിട്ട് ഇവിടെ അയച്ചതാണ്. അപ്പോൾ കാരണം ഇവരുടെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി ഇവർക്ക് സമ്മതമാണ്, ഇവർക്ക് ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരാണ് അവർ. അതുകൊണ്ട് അത് ചെയ്തിട്ട് ഉടനടി കളക്ടർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ വിളിക്കും. ടെസ്റ്റ് ഇത് പാർട്ട് എടുത്താൽ മതിയല്ലോ, ബാക്കി നോക്കിയിട്ട് പിന്നെ ബോഡി വേണേൽ കൊണ്ടുവരാമല്ലോ. ഒരു ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഒരു ശരിക്കും ഉത്തരവാദിത്തമാണ്. കാരണം ഒരുപാട് ദിവസമായിട്ടുള്ളൊരിതല്ലേ. നാളെ അനാവശ്യ ഒരു വിവാദം പിന്നീട് ആരെങ്കിലും അതിന് കുത്തിപ്പൊന്തിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കാളും നല്ല നമ്മളത് ചെയ്യുന്നതാണെന്നുള്ളത്. പക്ഷെ അത് വേറെ ആർക്കും പറയാൻ നോക്കില്ല, കുടുംബത്തിന് മാത്രമേ അത് പറയാൻ വേണ്ടിക്കുള്ളൂ എന്ത് ചെയ്യണം എന്നുള്ളത്. അവരും അത് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനുള്ള എല്ലാ നടപടികളും ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. കളക്ടർ തന്നെ നേരിട്ട് അവിടുത്തെ കളക്ടറോട് വിളിച്ചിട്ട് അതിൻ്റെ എല്ലാ നടപടികളും സ്വീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് പൂർത്തീകരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള എല്ലാ സംവിധാനങ്ങളും ഗവൺമെൻറ് തന്നെ ചെയ്യും. മുഖ്യമന്ത്രി പ്രത്യേകം പറയുന്നുണ്ട്. ഇല്ല ഇപ്പോൾ ഉണ്ട്, അവിടെ അവരുണ്ടല്ലോ, അതിൽ പോയിട്ട് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അതിൽ കളക്ടറേറ്റ് ബന്ധപ്പെട്ടിട്ട് എല്ലാ കാര്യങ്ങളും ഇതാക്കുന്നുണ്ട്. അപ്പോൾ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് DNA ടെസ്റ്റ് നടത്തണമെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് നടത്തിയതിന് ശേഷം കൊണ്ടുവരും. എന്ത് സംവിധാനം വേണമെങ്കിലും ഗവൺമെൻറ് ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിപ്പോൾ ഒരു അറിഞ്ഞില്ല, എന്നാലല്ല ഇപ്പോൾ പറയാൻ കഴിയില്ലല്ലോ, നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. എന്തായാലും കഴിയാവുന്നത്ര വേഗം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന്. കാരണം ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ, ഒരു മരണം നടന്ന വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാമല്ലോ. അതുമല്ല അവർ ഒരു 2.5 മാസമായിട്ട് ഇതുമായിട്ട് നടക്കില്ല. അപ്പോൾ അവരെ പരമാവധി എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇടപെടുന്നുണ്ട്. കളക്ടർ അതിന് പ്രത്യേകം മുഖ്യമന്ത്രി തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തോട്ടത്തിൽ രവീന്ദ്രൻ MLA സംസാരിക്കുകയായിരുന്നു. കുടുംബാംഗങ്ങൾ തന്നെ DNA പരിശോധന നടക്കട്ടെ എന്ന് ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞുവെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ ജില്ലാ കളക്ടറെ ഈ തുടർ നടപടികൾക്കായി ചുമതലപ്പെടുത്തിയെന്ന് കൂടി അദ്ദേഹം ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. അർജുൻ്റെ മൃതദേഹം ഇപ്പോൾ കാർവാർ ജില്ലാ ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലുമാണ്.